നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ കല്യാണം എപ്പോൾ നടക്കും. അതെനിക്കൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഒരു പേഴ്സണൽ റീഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോക്കാന്ന് വിചാരിച്ചു. കുറച്ച് പേരുടെ ഞാൻ ഒരു 1 തൊട്ട് 5 വരെ ഉള്ള നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ 1 തൊട്ട് 5 വരെ നമ്പറിലെ കാർഡ്സ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം എപ്പോഴത്തേക്ക് വിവാഹം നടക്കുമെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാർഡ് എടുക്കാം, ടാരോ കാർഡ് എടുത്തിട്ട് അതിനകത്തുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ചിലപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം, ഏത് ഏത് മാസത്തിൽ ജനിച്ചവരായിരിക്കാം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവര്, അതെല്ലാം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യ ജനറൽ റീഡിംഗ് ആണിത്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്യാനും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഡിസിഷൻ ഒന്നും എടുക്കരുത്. പേഴ്സണൽ റീഡിങ്ങിനുള്ള വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമുക്ക് നോക്കാം. ഭഗവാനെ, അപ്പൊ നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെ കുറിച്ചും വിവാഹത്തിനെ കുറിച്ചുമുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ ഈ നോക്കുന്നത് കേട്ടോ. ഭഗവാനെ, ഓം നമഃ ശിവായ. ഇവിടെ നമുക്ക് ഒരു 2 കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആവാനുണ്ട്. നമ്മൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ കല്യാണം കഴിച്ച് കളയാം എന്ന ചിന്തയിൽ കല്യാണം കഴിക്കാൻ ചെല്ലരുത്. കല്യാണത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലത്തെ സ്വഭാവമുള്ള ആളായിരിക്കില്ല നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്. വേറൊരു കൾച്ചറിൽ വേറൊരു സാഹചര്യത്തിൽ ജീവിച്ച, വേറെ എക്സ്പീരിയൻസസ് ഉള്ള, വേറെ സ്വഭാവമുള്ള ഒരാളായിട്ടാണ് നമ്മൾ വിവാഹം നടക്കാൻ പോകുന്നത്. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും. അപ്പോ കുറെ കോംപ്രമൈസസ്, കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് അവരോട് മാത്രമല്ല അവരുടെ ഫാമിലിയുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടിക്ക് വരും. അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ, പുരുഷനായാലും സ്ത്രീ ആയാലും, നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. എടുത്തു ചാടി വിവാഹത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, നിങ്ങൾ കുറച്ചൊരു ഡിസിപ്ലിൻ ചിന്തിക്കുക. റെസ്പോൺസിബിലിറ്റി ആണ് വിവാഹം എന്ന് പറഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി ആണ്. അത് റെസ്പോൺസിബിലിറ്റി ആദ്യത്തെ ദിവസം കുറവാണെങ്കിൽ പിന്നെ 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 കൂടിക്കൊണ്ടേയിരിക്കും. അത് കുറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ചിന്തിച്ചു വേണം ഇതിലേക്ക് കയറാൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കാർഡ് വളരെ നല്ല കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ലവും സഹകരണവും അടുത്ത് തന്നെ വന്നു ചേരും. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു, ഇവിടെ ഇപ്പൊ മാരേജിന്റെ നോക്കാൻ പോകുന്ന എല്ലാവർക്കും നല്ല മെസ്സേജ് ആയിരിക്കും വരുന്നതെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. കാരണം അത്ര നല്ല കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചീത്ത കാർഡുകൾ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോ സ്നേഹവും സഹകരണവും, സഹകരിക്കാൻ മനസ്സുമുള്ള ഒരാള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറുമെന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. ഇനി നമുക്ക് എന്നത്തേക്കാണ് നിങ്ങളുടെ വിവാഹം. അപ്പൊ 1ാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് ഉള്ള കാർഡാണ് നമ്മൾ നോക്കുന്നത്. എന്നത്തേക്കാണ് നിങ്ങളുടെ ജീവിതത്തില് വിവാഹം നടക്കാൻ പോകുന്നത്. അത് 1ാമത്തെ വിവാഹമാകാം, 2ാമത്തെ ആവാം, 3ാമത്തെ ആവാം, 4ാമത്തെ ആവാം, 5ാമത്തെ ആവാം, 6ാമത്തെ ആവാം, എത്രത്തോളവും ആവാം കേട്ടോ. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്. 1ാമത്തെ ആൾക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുമെന്നാണ് പറയുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കിനി ഇതിപ്പോ ഞാൻ എടുത്തപ്പോ തന്നെ വീണൊരു കാർഡാണ്. 2 ഓഫ് സ്വേർഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ച കാർഡുകളാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ ഷഫിൾ ചെയ്യാണ്. അപ്പോ 1ാമത്തെ കാർഡ്, ആദ്യത്തെ നമ്പർ എടുത്തവർക്ക് വേണ്ടി വീണിരിക്കുന്നത് 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അത് തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ വ്യക്തി എന്നാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സ്നേഹബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു മാരേജ് പ്രപ്പോസൽ വന്നിട്ട് അതങ്ങനെ നീണ്ടുപോയതായിരിക്കാം കേട്ടോ. എന്നിട്ട് അവസാനം കുറെ കാര്യങ്ങൾ, പല കാര്യങ്ങളാണ് നമ്മളുടെ ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും പല കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അപ്പോ അങ്ങനെ എന്തോ വൈകി പോയ ഒരു കാര്യമാണ്. പക്ഷെ അവസാനം
ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മളുടെ വിവാഹം നടക്കും എന്ന് നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ അവരുടെ വീട്ടുകാരോ ആരോ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഡിസിഷൻ ഇവിടെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണ്. അക്വേറിയസ് എന്ന് പറയുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആളായിരിക്കാം. ലീബ്ര എന്ന് പറയുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് ജെമിനി ആണ്. ജെമിനി എന്ന് പറയുമ്പോൾ നമ്മൾ മെയ് ജൂൺ ആ സമയത്തായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള മാസങ്ങളിലുള്ള ഒരാളുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ, കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാർഡിന്റെ കണ്ടു നമ്മൾ. ഇനി രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള എന്നത്തേക്കാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, നിങ്ങളുടെ വിവാഹം എപ്പോഴത്തേക്കാണ് നടക്കുക? രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ മാർച്ചിൽ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ മാർച്ച് ഇപ്രാവശ്യം കടന്നു പോയി കഴിഞ്ഞു. അപ്പൊ അടുത്ത വർഷം മാർച്ചിലാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരിക്കും. അപ്പൊ കല്യാണം എല്ലാം ഫിക്സ് ചെയ്ത് മാർച്ച് മാസത്തിൽ 2027 മാർച്ച് മാസത്തിലാണ് വിവാഹം നടക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്നാണ് കാണിക്കുന്നത്. ലവ് മാരേജ് ആണെങ്കിലും മാർച്ച് മാസത്തിലായിരിക്കും നിങ്ങളുടെ വിവാഹം നടക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 3 ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. 3 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്വേറിയസ്, ലീബ്ര, ജെമിനി തന്നെയാണ് ഇവിടെ. അപ്പോ 3 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്രേക്ക് ആണ് കാണിക്കുന്നത്. ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ വിവാഹം ഡിലേ ആയിട്ട് പോകാനുള്ള, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രപ്പോസൽ ഈ വർഷം വരുമായിരിക്കാം, എന്നിട്ട് അത് ഡിലേ ആയിട്ട് പോയിട്ടായിരിക്കാം. ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഹൃദയവേദനയൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോ വേറെ ആരെങ്കിലുമായിട്ട് സ്നേഹത്തിലായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് വിവാഹം, കാരണം കല്യാണാലോചനയൊക്കെ വരുമ്പോൾ നമ്മൾ 2-3 പേരെ കാണും അല്ലെ, ഒരാളെ മാത്രമല്ലല്ലോ, കല്യാണാലോചന അല്ലേ. അപ്പൊ അതിൽ ഒത്തുവരുന്ന ആളെയാണ് നമ്മൾ വിവാഹം കഴിക്കുക. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ കൂടെ നിങ്ങൾ പോകും. ആദ്യമൊക്കെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് അടുക്കുമെങ്കിലും പിന്നീട് ആ വ്യക്തി വേറൊരു ആലോചന വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ എല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ വിവാഹ ആലോചനകളെല്ലാം മാറിപ്പോവും. ഇവർക്ക് അവരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കൂടെ തോന്നണ്ടേ. അപ്പോ പല ആലോചനകളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് അതെല്ലാം മാറിപ്പോവും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയെ, പക്ഷെ ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാനുള്ള ഒരു ഡിസിഷൻ വളരെ വൈകിയായിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം പലതരത്തിലുള്ള ഹൃദയവേദനകൾ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് വരും, കേട്ടോ, എന്നാണ് പറയുന്നത്. പക്ഷെ കൈവിട്ട് കളയണ്ട എന്നാണ് പറയുന്നത്. എന്തായാലും മാർച്ച് ആവുമ്പോഴേക്കും നിങ്ങളുടെ വിവാഹം ഈ വ്യക്തിയുമായിട്ടുള്ളത് ഫിക്സ് ആവും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തതും അക്വേറിയസ്, ലീബ്ര, ജെമിനി തന്നെയാണ്. അക്വേറിയസ് എന്ന് പറയുമ്പം ജാനുവരി ഫെബ്രുവരി, ജെമിനി എന്ന് പറയുമ്പോൾ മെയ് ജൂൺ, ലീബ്ര എന്ന് പറയുമ്പം സെപ്റ്റംബർ ഒക്ടോബർ, ഇങ്ങനെയാണ് മാസങ്ങൾ. അപ്പൊ നിങ്ങളുടെ രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ മൂന്നാമത് നമ്പർ സെലക്ട് ചെയ്തവരുടെയാണ് നോക്കുന്നത്. ഭഗവാനെ, മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ വിവാഹം എപ്പോഴത്തേക്ക് ഉണ്ടാവും? നവംബർ മാസം. അപ്പൊ നവംബർ ഈ വർഷം വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ വർഷം നവംബറിലാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്, കേട്ടോ. ഈ വർഷം നവംബർ മാസത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കും. ചിലപ്പോൾ അത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വിവാഹം. അല്ലെങ്കിൽ കല്യാണാലോചനയാണെങ്കിൽ അത് നവംബർ മാസം ആവുമ്പോഴേക്കും വരും, ഫിക്സ് ആവും. പിന്നെ നിങ്ങൾ ലവ് മാരേജ് ആണെങ്കിലും നവംബർ മാസം. ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നവംബറിൽ ആവുമ്പോഴേക്കും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുമായിട്ടുള്ള വിവാഹം ഫിക്സ് ആവും. ഇത് 7 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് അപ്രൈറ്റ് എന്ന് പറയുമ്പം കുറെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ്. നവംബർ, ഇപ്പൊ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വിവാഹം ഫിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോ കല്യാണം കഴിക്കാനുള്ള ഒരാളെ അവരുടെ വീട്ടുകാര് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു സ്നേഹബന്ധം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വ്യക്തി വിവാഹം കൺഫേം ആക്കിയിട്ടുണ്ട്, മനസ്സിൽ വിവാഹം കഴിക്കണമെന്ന് ഈ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അറേഞ്ച് മാരേജ് ആണെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വരുന്നത്. ഇത് ലവ് മാരേജ് ആണെങ്കിലും തന്നെ. അപ്പൊ അങ്ങനെയാണ് ഒരു ലവ് റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡേറ്റ് മാത്രം ഫിക്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഉള്ളത് ഈ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും. ചിലപ്പോൾ വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കാം,
എന്തായാലും ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ജൂൺ ജൂലൈ, പൈസസ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാർച്ച് വരും, പിന്നെ സ്കോർപിയോ എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ ആ സമയത്താണ്. അപ്പോ വാട്ടർ സൈൻ ആണ്. ഇത് കുറച്ച് ഇമോഷണൽ ആയ ആളുകളാണ്. അപ്പോൾ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ഇവർക്ക്. പെട്ടെന്ന് ഹേർട്ട് ആവും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് ആണെങ്കിലും പുറത്ത് കാണിക്കില്ല. അതുപോലെ ഇവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സ്നേഹം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നത്തിലേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവരെ കുറച്ച് സെൻസിറ്റീവ് ആണ് ഇവര്. അപ്പൊ കുറച്ചൊന്ന് സൂക്ഷ്മതയോടെ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കണം കേട്ടോ. നിങ്ങൾ കുറച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളൊക്കെ ആണെങ്കിൽ ഇവർക്ക് കരയാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്ന് സൂക്ഷിക്കണം. എന്തായാലും നവംബറിലേക്ക് വിവാഹം നടക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ അതാണ് മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി ഞാൻ നാലാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ വിവാഹം എപ്പോഴത്തേക്ക് ഉണ്ടാവുമെന്നാണ് നോക്കുന്നത്. ഭഗവാനേ ഓം നമഃ ശിവായ. മാർച്ച് എന്ന് പറയുമ്പോൾ ഇനി അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ. മാർച്ച് കഴിഞ്ഞു. അപ്പൊ അടുത്ത വർഷം മാർച്ചിലാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് വേണ്ട ഒരു കാർഡ് എടുക്കുകയാണ്. ജസ്റ്റിസ് കാർഡ്. ഇത് കല്യാണത്തിന്റെ കാർഡാണ് കേട്ടോ. ജസ്റ്റിസ്, കല്യാണം നടക്കും മാർച്ചിൽ, ഷുവർ ആയിട്ട് നടക്കുന്ന ഒരു കാർഡാണ് ഇത്. ലീബ്ര സോഡിയാക് സൈൻ ആണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ജനിച്ചവരാണ്. കുറച്ച് എന്താ പറയാ, ഈ ഇത് ജസ്റ്റിസ്, ഈ ഒരു നമ്മൾ കണ്ടിട്ടില്ലേ ത്രാസാണ് ഇവരുടെ ചിഹ്നം. ത്രാസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റഡി ആയിരിക്കില്ല. എപ്പോഴും ഒരു സൈഡ് പൊങ്ങിയ ഒരു സൈഡ് താഴ്ന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോ ഇവര് നിങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായോ? അതുപോലെ നിങ്ങൾ അളന്ന് മുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഇവര്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ വിവാഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് ആലോചിക്കാം, ഇപ്പൊ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടി മുമ്പോട്ട് പോകുന്ന ഒരു എനർജി ആയിരിക്കാം. എന്തായാലും മാർച്ച് മാസത്തിന്റെ അപ്പുറം ഇത് കല്യാണം പോവില്ല. അതിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും, ദൈവമേ ഈ വ്യക്തി വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. കാരണം റിലേഷൻഷിപ്പ് ലോങ് സമയം, കുറെ വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോ എല്ലാവരും വീട്ടുകാരും നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ വ്യക്തി വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് പിന്നീട് ഒരു വിവാഹം വരാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുമല്ല പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കാര്യങ്ങൾ. ഇവരെ കണ്ടിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ എപ്പോഴാണ് കല്യാണം നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് പെൺകുട്ടിയാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു പെൺകുട്ടിയെ ആണെങ്കിൽ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. അതുകൊണ്ടാണ് പെൺകുട്ടി എന്ന് പറഞ്ഞത്. പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നു എന്ന് ഞാനിവിടെ പറഞ്ഞത്. അപ്പോ നമ്മള് അത്ര സീരിയസ് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ പറയും. പക്ഷെ ഇവര് കൺഫേം ചെയ്യാതെ ഇവരുടെ മനസ്സിൽ നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിലും അവരത് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് പറയാൻ ഒരു പേടി. എന്ന് വെച്ചാൽ നടന്നില്ലെങ്കിലും എപ്പോഴും ഒരു നെഗറ്റീവ് ഇതുള്ള ഒരാളുകളാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ആളുകളാണ്, നിങ്ങൾ നന്നായിട്ട് നോക്കും കേട്ടോ. അപ്പൊ മാർച്ചിലേക്കാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് നാലാമത്തെ നമ്പർ നമ്മൾ നോക്കി. ഇനി അഞ്ചാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വിവാഹം എപ്പോഴാണ് നടക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓം നമഃ ശിവായ. ഈ മാസത്തിനുള്ളില്, ലെസ് ദാൻ എ മന്ത് എന്ന് വെച്ചാല് ഒരു മാസത്തിനുള്ളിൽ. അപ്പൊ ഈ മാസം നമുക്ക് വിട്ടുകളയാം. ഇത് മെയ് മാസമാണ്. ജൂൺ 30-നുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കണം. എന്ന് വെച്ചാല് ഒരു മാസത്തിനുള്ളിലാണ് നിങ്ങളുടെ വിവാഹം നടക്കുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയായിരിക്കാം. ഒരു യെസ് കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കാം. ഇവിടെ കുറച്ചധികം കാർഡുകൾ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ഇതൊരു പെട്ടെന്നൊരു, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാതിരിക്കുക, നിങ്ങൾ ലവ് മാരേജ് ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന രണ്ടുപേരായിരിക്കാം. അപ്പോ പെട്ടെന്ന് ഒരു അവസ്ഥ വന്നിട്ട് നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവിടെ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പയ്യന് വേറൊരു ആലോചന അവര് വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ടാവാം. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് ലവിലാണ് തീരാൻ പോകുന്നത്. ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, വളരെ നല്ല ഇതാണ്. പിന്നെ ഇത് കുറച്ചൊരു റിസ്കി ആണ്. നിങ്ങൾ ഈസി ആയിട്ടുള്ള ഒരു വിവാഹമല്ല. നിങ്ങൾ കുറെ നാളായിട്ട് ഫൈറ്റ് ചെയ്തിരിക്കും. വീട്ടുകാരെ, പയ്യന്റെയോ പെണ്ണിന്റെയോ വീട്ടുകാരെ സമ്മതിക്കാതിരിക്കുന്ന ഒരു വിവാഹമാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്.
അപ്പോ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു കല്യാണം, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ യുദ്ധമെല്ലാം നടക്കുകയാണ്, അപ്പൊ ഫോറിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ ലീവിന് വന്നിരിക്കുകയാണെങ്കിൽ കല്യാണം നടത്താൻ ഇപ്പൊ യുദ്ധം പെട്ടെന്ന് തീരുകയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയും വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിലും പെട്ടെന്ന് വിവാഹം നടത്താനുള്ള, അപ്പൊ വിളിച്ചു ചൊല്ലാനൊക്കെ സമയം കുറവായിരിക്കും, പെട്ടെന്ന് സമയം കണ്ടെത്തി പെട്ടെന്ന് കല്യാണം നടത്തിയിട്ട് പോകാനുള്ള ഒരവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്, പേടിക്കണ്ട. പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്, ഇതെന്താ പെട്ടെന്ന് നടക്കും, അതല്ല. നമുക്ക് സമയമാകുമ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൽ സ്പീഡിൽ നടക്കാൻ തുടങ്ങും. അതുവരെ ഡള്ളായിട്ടിരുന്നതായിരിക്കാം കേട്ടോ. പെണ്ണിനെ കിട്ടാതിരിക്കുക, ചെക്കനെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ പെട്ടെന്ന് ഒരു പയ്യനെ കണ്ടെത്തുക, ചെക്കന്റെ വീട്ടുകാർ പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടെത്തുമ്പോൾ നമ്മള് ലവ് മാരേജ് ആണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടന്നില്ലെങ്കിൽ കൈവിട്ട് പോകും എന്നൊരു ചിന്ത വരും. അതുകൊണ്ട് അപ്പോ ഇവിടെ അക്വേറിയസ് ഏരീസ്, നിങ്ങളുടെ വ്യക്തിയുടെ മാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. ജാനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ. പിന്നെ ഉള്ളത് അക്വേറിയസ് ലിബ്ര ജെമിനായി ആണ്. അക്വേറിയസ് ലിബ്ര ജെമിനായി എന്ന് പറയുമ്പോഴത്തേക്കും ജാനുവരി ഫെബ്രുവരി, പിന്നെ മെയ് ജൂൺ, പിന്നെ ഉള്ളത് സെപ്റ്റംബർ ഒക്ടോബർ. പിന്നെ ഉള്ളത് എന്താ പറയാ പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കുറെ എന്താ പറയാ, ചില സമയത്ത് ഇവിടെ ഈ പേജ് ഓഫ് കപ്സ് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില സമയത്ത് നിങ്ങളെ മീൻസ് പയ്യനും പെണ്ണിനെയും കൂടെ ചിലപ്പോ വീട്ടുകാര് എന്താ പറയാ, നിങ്ങൾ എവിടെയെങ്കിലും സിനിമയ്ക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആരെങ്കിലും കണ്ടുപിടിക്കും. അതുപോലെ തന്നെ അപ്പൊ ഒരു ചീത്തപ്പേരാകുമെന്ന സമയം വരുമ്പോഴേക്കും വീട്ടുകാർ ധൃതിയിൽ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ ഉള്ള കല്യാണം ആവാനും ചാൻസ് ഉണ്ട്. ഇത് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ആണ്. ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ എന്ന് പറയുമ്പം ക്യാൻസർ എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ ആണ്. പൈസസ് എന്ന് പറയുമ്പം ഫെബ്രുവരി മാർച്ച് വരും. സ്കോർപ്പിയോ എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ വരും. ഇവിടെ സൺ കാർഡ് ഉണ്ട്, ഇത് ലിയോ ആണ്. ലിയോ എന്ന് പറയുമ്പോൾ എന്താ പറയാ ജൂലൈ ഓഗസ്റ്റ് ആണ് വരിക. പിന്നെ ഇവിടെ വെർഗോയും പൈസസുമാണ് വന്നിരിക്കുന്നത്. വെർഗോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് വെർഗോ. പിന്നെ പൈസസ് ആണ് ഫെബ്രുവരി മാർച്ച്. ഈ മാസങ്ങളിലുള്ള ആളായിരിക്കാം നിങ്ങളെ വിവാഹം കഴിക്കുന്നത്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ചടിപിടി പിടി എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ വിവാഹം നടക്കും. അപ്പൊ എല്ലാം നല്ല ഇതാണ് വന്നത്. അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.